കോഴിക്കോട് നാദാപുരം അരൂരിൽ വിദ്യാർത്ഥിക്ക് നേരെ തെരുവുനായ ആക്രമണം. വീടിന് മുന്നിലൂടെ നടക്കവെയാണ് തെരുവുനായക്കൂട്ടം ആക്രമിക്കാൻ ശ്രമിച്ചത്. വിദ്യാർത്ഥി ഓടി രക്ഷപ്പെടുകയായിരുന്നു. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഷബീർ ഉമർ വിവരങ്ങൾ നൽകാനുണ്ട്. ഷബീർ, ഇതിപ്പോൾ സ്ഥിരമായ തെരുവുനായ ശല്യമുള്ള ഒരു മേഖലയാണ് എന്നൊരു വിവരം കൂടിയുണ്ട്. അപ്പോൾ ഈ നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും അധികൃതർ നടപടിയൊന്നും സ്വീകരിച്ചില്ലേ? തീർച്ചയായും സ്ഥിരമായി കാട്ടുപന്നികളുടെ ശല്യമുണ്ട്. ഇത് കൂടാതെയാണ് തെരുവ് നായക്കൂട്ടം ആളുകൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നതും പതിവാണ് എന്ന് നാട്ടുകാരുടെ പരാതി ഉണ്ടാകുന്നത്. ഇപ്പൊ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകും. അതായത് ഒരു വീടിന്റെ മുറ്റത്തുകൂടെ വിദ്യാർത്ഥിനി നടന്നു പോകുന്നു. ഇതിനിടെ അവിടെ ഉണ്ടായിരുന്ന തെരുവ് നായക്കൂട്ടം ഈ വിദ്യാർത്ഥിനിയെ ആക്രമിക്കാൻ പാഞ്ഞെടുക്കുന്നു. ഈ സമയം ഈ കുട്ടി ഓടി രക്ഷപ്പെട്ടു. വീടിന്റെ പിറകിലേക്ക് ഓടിയാണ് രക്ഷപ്പെട്ടത് എന്നാണ് ഈ വീട്ടുകാർ പറയുന്നത്. ഇതിന് സമാനമായി കഴിഞ്ഞ ദിവസം 3-4 ദിവസങ്ങൾക്ക് മുമ്പ് കരാട്ടെ പരിശീലന ക്ലാസ്സിൽ പോകുന്ന കുട്ടിയെയും തെരുവ് നായക്കൂട്ടം ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് നാട്ടുകാർ ഇടപെട്ടാണ് ഈ കുട്ടി കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഇങ്ങനെ സ്ഥിരമായി തെരുവ് നായക്കൂട്ടം ആളുകൾ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഭീഷണിയാകുന്നു ഈ പ്രദേശത്ത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കാട്ടുപന്നിയുള്ള ശല്യം കൂടി ഈ ഭാഗത്തുണ്ട് എന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതിൽ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നുമാണ് അവർ ആവശ്യപ്പെടുന്നത്. ശരി ഷബീർ.